بسم الله العظيم القدرة والشان سديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها إن ربي على صراط مستقيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الأمين الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. بلغ العلا بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله. പണ്ഡിതന്മാരെ, ICF-ന്റെ ആദരണീയരായ നേതാക്കളെ, ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മെ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, മക്കൾ, സഹോദര സഹോദരിമാർ, അവരുടെ കുടുംബം, കൂട്ടുകാർ, സ്നേഹജനങ്ങൾ, നമ്മുടെ മജ്‌ലിസിന്റെ സഹകാരികൾ, ഗുണകാംക്ഷികൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഇതിന്റെ സംവിധാനങ്ങളുമായി സഹകരിച്ചവർ, സാമ്പത്തികമായി മറ്റൊക്കെ സഹായിച്ച എല്ലാവരെയും അല്ലാഹു തആല അവന്റെ മുഖറബുകളായ ഇബാദുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെയും അവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല
അവന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹബ്ബുകളിൽ ഉൾപ്പെടുത്തി അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും ആഖിബത്ത് അല്ലാഹു തആല നന്നാക്കി തരട്ടെ. നമ്മുടെ കൂട്ടത്തിലുള്ള രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായ ശിഫ നൽകട്ടെ. നമ്മുടെ സ്നേഹിതൻ ഇവിടെയുള്ള ഒരാൾ, അദ്ദേഹത്തിന്റെ കുടുംബത്തില് സഹോദരിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ദ്വാരക്കം പറഞ്ഞു. അല്ലാഹു തആല പരിപൂർണമായ ശിഫ നൽകി അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ. അതുപോലെ നമ്മുടെ പ്രസ്ഥാനവുമായി സ്ഥാപനങ്ങളുമായി സഹകരിക്കുന്നവരുടെ കൂട്ടത്തിൽ രോഗികൾക്കൊക്കെ അല്ലാഹു തആല പരിപൂർണമായ ശിഫ നൽകട്ടെ. മരണപ്പെട്ടവരുടെ ഖബറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപിറവിയുടെ 1500ാമത് ആണ്ടിന്റെ സന്തോഷത്തിലാണ് നാം ഉള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമ്മുടെ എല്ലാവരുടെയും സൃഷ്ടിപ്പിന്റെ തന്നെ കാരണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്ങാനും സൃഷ്ടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചില്ലായിരുന്നുവെങ്കിൽ ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്, തങ്ങളില്ലെങ്കിൽ പ്രപഞ്ചം തന്നെ ഇല്ല എന്ന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയും, നമ്മുടെ എല്ലാവരുടെയും സൃഷ്ടിപ്പിന്റെ തന്നെ കാരണമാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. ഖുലിഖ്നാ ലിഅജലിൽ മുസ്തഫ ഖൈറ ഉമ്മത്തിൻ ശരീഅതുനാ കുല്ല ശറഈഅതൻ സഖൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണമാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ ഖിയാർ ഉമ്മത്തിൽ, ഏറ്റവും ഖൈറായ ഉമ്മത്ത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, അവതരിപ്പിക്കപ്പെട്ട ഉമ്മത്തിൽ ഏറ്റവും ഖൈറായ ഉമ്മത്ത് നിങ്ങളാണെന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഉമ്മത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്ത് അവരോട് കൂടി മറ്റെല്ലാ ശരീഅത്തുകളും ദുർബലപ്പെട്ടു പോയി. വസിസ്നാ ബിഹി ലൽ മസ്ഖു യത്റാ ബിദംബിനാ വമൻ ഖബ്ലനാ ഖദ് കാന ബിദംബി യുൻസഖൂ. മുൻഗാമികളായ ആളുകൾ, മുൻഗാമികളായ അമ്പിയാക്കളുടെ അനുയായികളായ ആളുകൾ, അവരിൽ നിന്നൊരു തെറ്റ് വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിച്ചത് കോലം മറിച്ചിട്ടും ഭൂമി പിടിച്ചു വിഴുങ്ങിയിട്ടും അങ്ങനെ തുടങ്ങിയ വലിയ വലിയ ശിക്ഷകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത് നമ്മൾ കേട്ടിട്ടും പഠിച്ചിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ് ഉമ്മത്ത് മുഹമ്മദിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൽ ഒരുപാട് തെറ്റുകൾ ഇപ്പം തന്നെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ തുറന്നാൽ എന്തെല്ലാം സുബ്ഹാന ജല്ല ജലാലു, പുതിയാപ്പളയും പുതിയണ്ണും കാണിക്കുന്ന കളി കണ്ടാൽ തന്നെ ആ വീട് അങ്ങനെ തന്നെ രാവിലേക്ക് പോകേണ്ടതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാത്തത്? മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനങ്ങളോട് മഹാനവർകൾ പറഞ്ഞു, നിങ്ങൾ ശനിയാഴ്ച ദിവസം മത്സ്യബന്ധനത്തിന് പോകരുത്. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജുമായുടെ ദിവസമാണ് ശനിയാഴ്ച. അതുകൊണ്ട് അവർക്ക് ശനിയാഴ്ച മത്സ്യബന്ധനത്തിന് പോകരുത്, ലീവ് എടുക്കണോ? അത് പറഞ്ഞപ്പോൾ കുറച്ചാളുകളൊക്കെ അത് അംഗീകരിച്ചു, അനുസരിച്ചു. പക്ഷേ അധികം ആളുകൾക്കും ശനിയാഴ്ച പോകുമ്പോഴാണ് കൂടുതൽ മത്സ്യം കിട്ടുന്നത്. ശനിയാഴ്ച നല്ലോണം വല നിറയുന്ന നിലക്ക് മത്സ്യം വരുന്നത് കണ്ടപ്പോൾ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആജ്ഞയെ ധിക്കരിച്ചുകൊണ്ട് കുറെ ആളുകൾ മത്സ്യബന്ധനത്തിന് പോയപ്പോൾ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഭാഷ അല്ലാഹു പറയുന്നു, നിങ്ങൾ നിന്ദ്യരായി കുരങ്ങന്മാരാവുക. ആ ഇതിന് പോയ ആളുകൾ, അവരുമായി സഹകരിച്ചവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുരങ്ങന്മാരാക്കി മാറ്റിയത് ഖുർആനിലുണ്ട്. 2-3 ദിവസം കൊണ്ട് അവർ മുഴുവനും ചത്തുപോയതും തീർന്നുപോയതും ചരിത്രത്തിൽ പഠിപ്പിക്കുന്നുണ്ട്.
ആ കുരങ്ങിന്റെ മക്കളല്ല ഇന്ന് ലോകത്തുള്ള കുരങ്ങ്, അതൊക്കെ തന്നെ തീർന്നുപോയി. ഞാൻ പറഞ്ഞത് ആ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആജ്ഞയെ ഒന്ന് ചെറിയ നിലക്ക് ധിക്കരിച്ചപ്പോൾ അങ്ങനെ തന്നെ കോലം മറിച്ചതാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ടീമിന് അങ്ങനെ തന്നെ ഭൂമിയെടുത്ത് അടിച്ചു മറിച്ചിട്ട് പരീക്ഷിച്ചത് പരിശുദ്ധ ഖുർആനിലുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബി ഇന്നി നദർതു ലക അല്ലാഹുവേ റബ്ബി ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറ വലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറാ. 1000 കൊല്ലം രാപ്പകലുകൾ ഇടതടവില്ലാതെ നിന്റെ ദീനിലേക്ക് ആളെ ക്ഷണിച്ചു അല്ലാഹ്. പക്ഷെ വാത് കേൾക്കുമ്പോൾ വലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറാ, വാത് കേൾക്കുമ്പോൾ ആൾ ഓടുകയാണ്. മനുഷ്യന്മാര് നന്നാകുന്നില്ല, ക്ഷണിച്ചാൽ വരുന്നില്ല, അവരൊക്കെ പിന്തിരിഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് ഇവർക്ക് പരീക്ഷണം കൊടുക്കണമെന്ന് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ദുആ ഉണ്ടായപ്പോൾ വെള്ളപ്പൊക്കം കൊണ്ട് പരീക്ഷിച്ചു അല്ലാഹു ജല്ല ജലാലു. ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ പരീക്ഷിക്കപ്പെട്ടത് ചരിത്രങ്ങളുണ്ട്. ആ റബ്ബ് തന്നെയല്ലേ ഇപ്പോൾ ലോകം നിയന്ത്രിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ചെയ്യുന്നതൊക്കെ വളരെ നിസ്സാരമാണ്, നമ്മളിലേക്ക് തട്ടിച്ചു നോക്കിയാൽ വളരെ നിസ്സാരമാണ്. ശനിയാഴ്ച മത്സ്യബന്ധനത്തിന് പോകുന്നത്, ഇന്ന് വെള്ളിയാഴ്ച ജുമാ കളഞ്ഞിട്ട് പീടി തുറക്കുന്നതും ജുമാക്ക് സമയത്ത് തന്നെ കച്ചവടത്തിന്റെ ഷട്ടർ പൂട്ടാത്തതും തുടങ്ങിയതൊക്കെയുണ്ട്. അത് വിശദീകരിച്ച സമയം പോകുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എത്രയാണ് കൊറോണ കൊണ്ടുണ്ടായ ഏറ്റവും വലിയ നഷ്ടമാണ് ജുമാക്ക് പോവുക എന്നുള്ള വലിയ ഒരു പേടി ജനങ്ങളെ കൽബിൽ നിർത്തങ്ങ് പോയി. അല്ലാഹു തആല നമുക്ക് ഈമാൻ ബലപ്പെടുത്തി തരട്ടെ. എന്തുകൊണ്ടാണ് കോലം മറിയാത്തത്? അതാണ് ഖുസ്സ്നാ ബിഹി ലൽ മസ്ഖു യത്റാബി ദംബിനാ വമൻ ഖബ്ലനാ ഖദ് കാന ബിദ്ദംബി യുംസഖൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത കൊണ്ടാണ് നബിയെ തങ്ങളുള്ള ഒരു സമൂഹത്തെ ഞാൻ അങ്ങനെ തന്നെ ശിക്ഷിക്കൂല എന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ്. തങ്ങളുടെ ബഹുമാനം കൊണ്ടാണ് നമ്മളൊക്കെ തല ഉയർത്തി നിൽക്കുന്നത്. തങ്ങളുടെ ശരീരത്തിൽ പെട്ടു എന്നതാണ് നമ്മുടെ പ്രത്യേകതയും. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനമാണ് നമ്മളെല്ലാവരുടെയും ബഹുമാനവും. ആകയാൽ ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിന്റെ സന്തോഷത്തിന്റെ ഭാഗമായി ഒരുമിച്ച് കൂടിയവരാണ് നാം. ഈ മാസം പിരിയുന്നതിന് മുൻപ് മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നല്ല തെളിഞ്ഞ കമാലിയത്തുള്ള നിലക്കൊന്ന് കാണിക്കണേ അല്ലാഹ്. ആ നല്ല നിയ്യത്ത് നമ്മളെല്ലാവരും കൽബിൽ വെക്കുക. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കണ്ടു കിട്ടാൻ വേണ്ടി ആശ വെച്ചിട്ട് വാത് കേൾക്കലും പറയലുമാക്കുക. അല്ലാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് തങ്ങളുടെ വിലാദത്തിലേക്ക് പോകേണ്ട പരിപാടിയാണ്. അവിടേക്ക് എത്തുകയാണെങ്കിൽ എത്തും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ അവിടുത്തെ പരമ്പര, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയും ബാപ്പയിലേക്കും എത്തുന്ന ഏറ്റവും ബഹുമാനമായ ശറഫുള്ള പരമ്പര സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ റബീഹുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാം. ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കൂട്ടി ഹാജർ റളിയല്ലാഹു അൻഹ മുലകുടിക്കുന്ന സമയത്ത്, ഹാജർ റളിയല്ലാഹു അൻഹ മകൻ മുലകുടിക്കുന്ന സമയത്ത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും കൂട്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബാബിലോണിൽ നിന്ന് മക്കയിലേക്ക് വന്ന ചരിത്രമൊക്കെ നമ്മൾ ഹജ്ജിന്റെ സമയത്ത് ധാരാളം കേൾക്കുന്നതാണ്. ആ സമയത്ത് പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ ആൾതാമസം കുറവാണ്. അന്ന് കഅബ അവിടെ നിലനിൽക്കുന്നില്ല. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് വെള്ളപ്പൊക്കത്തിൽ തകർന്നതാണ്. പക്ഷെ ആ ഹറമിന്റെ പരിസരത്ത് മകനെയും മുലകുടിക്കുന്ന പൈതലായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും യുവതിയായ ഹാജർ റളിയല്ലാഹു അൻഹയെയും കണിച്ചാക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു പോകുമ്പോൾ വലിയ തവക്കുലിന്റെ ഉടമയായ വലിയ വിശ്വാസിയായ ഭർത്താവ് നബിയാണെന്ന് നല്ല ബോധ്യമുള്ള ഹാജർ റളിയല്ലാഹു തആല അൻഹ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, നിങ്ങൾ ഇവിടെ ആക്കിയിട്ട് പോവാണോ? കുറ്റിക്കാട്ടിൽ വേറെ വലിയ വിഷയങ്ങളും ജനങ്ങളും സമ്പത്തും ഭക്ഷണമൊന്നും ഇല്ലാത്ത, പഴങ്ങൾ പോലില്ലാത്ത കല്ലുകൾക്കിടയിലാക്കിയിട്ട് പോകുമ്പോഴുള്ള ചോദ്യമാണ്. മറുപടി ഒന്നും പറയുന്നില്ല. പിന്നെയും ചോദിക്കുന്നു, മൂന്നാമത്തെ തവണ ചോദിക്കുന്നു, അല്ലാഹു അമറക ബിഹാദാ, അല്ലാഹു തആല കൽപ്പിച്ചിട്ടാണോ ഈ മുല കുടിക്കുന്ന പൈതലിനെയും യുവതിയായ എന്നെ ഇവിടെ ആക്കിയിട്ട് നിങ്ങൾ തിരിച്ചു പോകുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിന് പറഞ്ഞു, അതേ. അത് പറഞ്ഞിട്ട് ഇന്നത്തെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കിടക്കുന്ന
പരിശുദ്ധമായ ജന്നത്തുൽ മുഅല്ലയുടെ ആ ഭാഗത്തേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിച്ചു നടക്കുകയാണ്. അങ്ങനെ നടന്നു വന്ന് ഏകദേശം 1-2 കിലോമീറ്റർ നടന്നിട്ട് പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദ്വാരക്കുന്ന ഒരു ദുആ പരിശുദ്ധ ഖുർആൻ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ്. അല്ലാഹുവേ, എന്റെ കുട്ടി, എന്റെ പരമ്പര, എന്റെ മക്കളെ ഞാൻ ഇവിടെ നിർത്തിയിട്ട് പോവുകയാണ്. അല്ലാഹ്, അവര് നിസ്കാരം നിലനിർത്തുന്നവരാകാനാണ്, അവര് നന്ദിയുള്ളവരാകാനാണ്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നു, അല്ലാഹുവേ വജഅൽ അഫ്ഇദത്തൻ നാസി തഗ്വി ഇലൈഹിം, ജനങ്ങളെ കൽബെല്ലാം നീ അവരിലേക്കൊന്ന് തിരിക്കണേ അല്ലാഹ്. അതുകൊണ്ടാണ് ഇന്നും കോടിക്കണക്കിന് ജനങ്ങൾ പരിശുദ്ധമായ ഹറമിലെത്തുന്നത്. അങ്ങനെ അവർക്ക് നല്ല ഫ്രൂട്ട്സുകൾ കൊടുക്കണേ അല്ലാഹ്, നല്ല പഴങ്ങൾ ഭക്ഷിപ്പിക്കണേ. അങ്ങനെയൊക്കെ ദുആ ഉണ്ട്, പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചുപോയി. പിന്നെ വർഷങ്ങൾക്ക് ശേഷം വരുന്നു, കഅബാലയം നിർമ്മിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതിനുശേഷം കഅബാലയം നിർമ്മിക്കുന്നു. എന്റെ വിഷയമല്ല. ആ മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയാണ് അറബികളായി പിന്നീട് രൂപാന്തരപ്പെട്ടത്. മഹദിയായ ഹാജർ റളിയല്ലാഹു അൻഹ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ആ പരമ്പരയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്ന ഏറ്റവും ബഹുമാനമുള്ള ആദരവുള്ള പരമ്പര. 3 വിഷയമാണ് ഈ വിഷയത്തിലുള്ളത്. ഒന്ന്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ് അങ്ങനെ തുടങ്ങിയിട്ട് അദ്നാൻ വരെ എത്തുന്ന ഒരു പരമ്പര. അതിനുശേഷം അവര് മുതൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെ എത്തുന്ന ഒരു പരമ്പര. അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെ എത്തുന്ന ഒരു പരമ്പര. അതിലേറ്റവും പ്രബലമായി ഖിലാഫില്ലാത്ത ഒരു വിഷയമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ അദ്നാൻ വരെ എത്തുന്ന 20 ബാപ്പമാരുടെ പേര്. അതിയമൈത്തേയാണും പെണ്ണിൽ അറിയില്ലേ, അക്കലറിവായ ഇസ്ലാം ആയവരളവില്ലാവിഷമറിവത് വാജിബതായ. പാട്ടുകാരനല്ലാത്തതുകൊണ്ട് പാട്ടിന് സ്റ്റൈൽ ഉണ്ടാവില്ല. നമ്മളെ ഉമ്മമാരെല്ലാം പാടുന്ന കേട്ടി നമ്മൾ പഠിച്ചതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാപ്പന്മാരുടെ പേര് നമ്മൾ എണ്ണി പഠിക്കണോ, പണിയെത്തുണ്ട്. അതുകൊണ്ട് മഹാന്മാര് ചെയ്തു വെച്ച പരിപാടിയാണ്, മഹാന്മാര് ചെയ്തു വെച്ച ഒരു രൂപമാണ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പര അങ്ങനെ തന്നെ നല്ല റാഹത്തില് അവര് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പന്മാരുടെ പേര്, ഉമ്മാമ്മമാരുടെ ഒക്കെ പേര് അവർ നല്ല ബൈത്താക്കി വെച്ചു. അതുകൊണ്ട് തന്നെ അത് കേൾക്കുന്ന ആളുകൾക്ക് നല്ല ഉഷാറ്. തലപ്പാടി ബാപ്പൻ കുഞ്ഞു മുസ്ലിയാർ എന്ന മഹാനാണ് അത് രചിച്ചത്. അല്ലാഹു തആല അവർക്ക് ദറജ കൊടുക്കട്ടെ, അവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും സന്തോഷവും നൽകട്ടെ. നമ്മുടെയൊക്കെ പഴയ കാലത്ത് നമ്മുടെയൊക്കെ വീടുകൾ നമ്മുടെ ഉമ്മമാര് കാണാതെ ചൊല്ലിയിരുന്ന ബൈത്താണത്. അതിയമൈത്തേയാണും പെൺ അഖിലറിവായ ഇസ്ലാം ആയവരളവില്ലാവിഷമറിവത് വാജിബതായ. ആദരവായ മുത്ത് മുഹമ്മദ് അന്നബിയാരെ 20 ബാപ്പാമാരുടെ നാമമിതാ പറയുന്നറിവീരേ. ആദിയർ അബ്ദുല്ലാഹി വഅബ്ദുൽ മുത്തലിബാണൂർ ഹാഷിം അബ്ദു മനാഫ് ഖുസൈ കിലാബണ്ടാറദിലായേ. ഇതിൽ 6 പറഞ്ഞത്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. വേദാനുറത്ത് കഅബുലു ഐബ് ആലിബദാണൂറെന്നും ഫിഹ്റവർ മാലിക് നദർ കിനാന എട്ടതിലായേ. ഈ വരിയിൽ 8 8 6 24 14. ഉസൈമത്ത് മുദരികത്തിൽ യാസെന്നും മുഹർ നിസാറ് കണക്കരി കരുത്തർ മുഅദ്ദദിനാനന്നതി ലൊന്നതികായേ. ഒന്നേ പാട്ടുകാരനെല്ലാം ചെറിയ മിസ്റ്റേക്കെല്ലാം പേര് പാടുന്നു. 20 വാപ്പമാരുടെ പേര് ഇത് കിതാബിലുണ്ട്. ഇത് ബൈത്തിൽ ഞാൻ നോക്കി ചൊല്ലിയതാ. ഇത് മഹാനായ അദ്നാൻ റളിയല്ലാഹു അൻഹു നിങ്ങൾ പഠിക്കട്ടെ. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുമ്പോൾ നമുക്ക് റളിയല്ലാഹു അൻഹു ചൊല്ലേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. മുഅദ്, നിസാർ, മുദർ, ഇല്യാസ്, മുദ്രിക, ഉസൈമ, കിനാന, നദർ, മാലിക്, ഫഹർ, ഗാലിബ്, റൈ,
കഅബ്, മുറത്ത്, കിലാബ്, ഖുസൈ, അബ്ദു മനാഫ്, ഹാഷിം, അബ്ദുൽ മുത്തലിബ്, അബ്ദുല്ലാഹ്, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്, ആർക്കാണ് ഇങ്ങനെ ബാപ്പമാരെ എണ്ണാൻ കഴിയുക? നമ്മളെ സാദാത്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എണ്ണുന്നത് ഓരോ പ്രത്യേകതയാണ്, തങ്ങളെ പ്രത്യേകത. അവിടെ നിന്ന് അങ്ങോട്ട് 10-20 ബാപ്പമാരെ നമ്മളെല്ലാം പേര് വേണം. എന്റെ ബാപ്പ അബ്ദുൽ ഖാദർ, ബാപ്പന്റെ ബാപ്പ മൊയ്തീൻ കുട്ടി, എന്റെ പേര് അപ്പുറം അറിയില്ല. അപ്പൊ ഇല്ലാത്തതുകൊണ്ടല്ല, അങ്ങനെ ശീലിച്ചിട്ടില്ല, എന്റെ അപ്പുറം അറിയില്ല. അതേ സമയത്ത് 20 ബാപ്പമാരുടെ പേര് മുഅ്മിനീങ്ങളെ കൽബിൽ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു ഉറക്കെ ബറക്കത്തോടെ നമ്മളെ നന്നാക്കി തരട്ടെ. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരമ്പരയിൽ മഹാനായ അദ്നാൻ മുതൽ ഇങ്ങോട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള, അല്ലെങ്കിൽ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വരെയുള്ള പരമ്പര, ആ പരമ്പരയിൽ 13ാമത്തെ ആളാണ് നദർ റളിയല്ലാഹു അൻഹു. ഇത് പറഞ്ഞത് അബ്ദുൽ മുത്തലിബിന്റെ പേര് പൊതുവെ റളിയല്ലാഹു അൻഹു പറയില്ല. പക്ഷെ സുലൈമാൻ ഉസ്താദ് ഹഫിളഹുല്ലാഹ്, ഈ സുലൈമാൻ ഉസ്താദ് അബ്ദുൽ മുത്തലിബിന്റെ പേര് റളിയല്ലാഹു അൻഹു പരസ്യമായിട്ട് സ്റ്റേജിൽ വന്ന് വരെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ധൈര്യക്കുറവ് വേണ്ട, നമ്മളെ വിശദീകരിക്കാം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പയായ മഹാനായ നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാം, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, പരിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു പരീക്ഷണത്തെ സംബന്ധിച്ച് വൈദി ബതല ഇബ്രാഹിം റബ്ബുഹു ബികലിമാതിൻ ഫാതമ്മഹുൻ ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ ഖാല വമിൻ ദുർരിയതി ഖാല ലാ യനാലു അഹദിൽ ളാലിമീൻ. സൂറത്തുൽ ബഖറ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കുറേ പരീക്ഷണങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ, ഇവിടെ കിണറിലിട്ട് അങ്ങനത്തെ പരീക്ഷണങ്ങളല്ല, ബികലിമാതിൻ എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ നിർദ്ദേശിച്ചു. നമ്മുടെ ശരീരത്തിന്റെ ശുദ്ധി അടക്കമുള്ള ഇബാദത്തുകൾ അടക്കമുള്ള ധാരാളം തഫ്സീറുകൾ ഇഷ്ടം പോലെ പറഞ്ഞു, അത് വായിച്ചിട്ട് കളയുന്നില്ല, സമയം പോക്കുന്നില്ല. കുറേ ഇബാദത്തുകളെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതെല്ലാം പൂർത്തിയാക്കി കൃത്യമായി ചെയ്തപ്പോൾ അത് പൂർണ്ണമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പൂർത്തീകരിച്ചു കിട്ടിയപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ, നിങ്ങളെ ജനങ്ങൾക്ക് ഞാൻ തുടരാൻ പറ്റുന്ന ഇമാമാക്കി നിയോഗിച്ചിരിക്കുന്നു ഇബ്രാഹിമേ അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഖാല വമിൻ ദുർരിയതി, എന്റെ പരമ്പരയിലും അത് നിലനിർത്തി തരണേ അല്ലാഹ്. അപ്പൊ അല്ലാഹു തആല പറയുന്നു, ഖാല ലാ യനാലു അഹദിൽ ളാലിമീൻ. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാര് വിശദീകരിച്ചിട്ടുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരമ്പര അത് മുഴുവനും സംശുദ്ധമായ പരമ്പരയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ നൂറിനെ പറ്റി പറഞ്ഞിരുന്നു. ആ നൂറ് ആദം നബി അലൈഹി സ്വലാമിലേക്ക് എത്തി, അവിടെ നിങ്ങോട്ട് അള്ളാഹുവിന്റെ ഹബീബിലേക്ക് എത്തുന്ന പരമ്പര മുഴുവനും, ആ നൂറ് ഏറ്റെടുത്തത് മുഴുവനും പരിശുദ്ധരായ മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങളാണ്. അല്ലാഹു തആല ഉറക്കെ ബർക്കത്തോടെ നമുക്ക് റഹ്മത്ത് ചെയ്തു തരട്ടെ. അപ്പൊ ആ മഹാനായ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ കുടുംബം, ആ പരിശുദ്ധമായ പരമ്പര, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 13ാമത്തെ വാപ്പ നദർ റളിയല്ലാഹു അൻഹു, അവരാണ് ഖുറൈശ് എന്ന പേരിൽ ആദ്യമായി അറിഞ്ഞ ആൾ. ഖുറൈശ് എന്ന് പറഞ്ഞാൽ ഈ നദറിന്റെ ഒരു പ്രത്യേകതയാണ്, കാന യുഖർരിശു ലിഅന്നഹു കാന യുഖർരിശ്, അവരാളുകൾക്ക് വല്ലാതെ സേവനങ്ങളും സഹായങ്ങളും ചെയ്തവരായിരുന്നു. യുഖർരിശ് എന്ന് പറഞ്ഞാൽ ആളുകൾ ആവശ്യങ്ങൾ അറിഞ്ഞിട്ട് യുഫത്തിശു അൻ ഹാജത്തിൽ മുഹ്താജി വയദുസുഹാ ബിമാലിഹി, സ്വന്തം സമ്പത്തെടുത്തിട്ട് ആളുകളുടെ പ്രയാസങ്ങളൊക്കെയും തീർത്തു കൊടുക്കുന്ന, ആർക്കെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ, രോഗം ഉണ്ടെങ്കിൽ, ഭക്ഷണം വേണമെങ്കിലൊക്കെ സ്വന്തം മുതൽ കൊണ്ട് ചെയ്തു കൊടുക്കുന്ന നല്ല ഒരു പണി തുടങ്ങിയ ആളാണ് നദർ റളിയല്ലാഹു അൻഹു. ഉപ്പാപ്പയാണ് 13ാമത്തെ ഉപ്പാപ്പ. ആ നദറിലേക്ക് ചേർത്തിട്ടാണ് ഖുറൈശി എന്ന പേര് വന്നത്. അതിനുശേഷമുള്ള ആളുകളെയാണ് ഖുറൈശികൾ എന്ന്, ആ പരമ്പരയിലുള്ള ആളുകളെയാണ് ഖുറൈശി എന്ന് പറയുന്നത്. വളരെ ബഹുമാനമുള്ള, ഏറ്റവും പാരമ്പര്യമുള്ള, ഏറ്റവും പിടുത്തമുള്ള ഒരു കുടുംബമാണ് ഖുറൈശി എന്ന് പറയുന്നത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിൽ അബ്ദുല്ലാഹ്
അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസൈ, ഏഴാമത്തെ വാപ്പയായ കിലാബ് ബിൻ മുറ, ഈ കിലാബിന്റെ മറ്റൊരു മകനായ സഹ്റ, ആ മകന്റെ മകനായ അബ്ദു മനാഫ് നേരത്തെ പറഞ്ഞ ആളല്ല, അവരുടെ മകനായ വഹബ്, ആ വഹബിന്റെ മകളായ ആമിന റളിയല്ലാഹു അൻഹാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയും ഖുറൈശാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാപ്പയും ഖുറൈശാണ്. അവര് നേരെ പോയി ചെന്ന് മുട്ടുന്നത് കിലാബ് ബിൻ മുറ എന്ന മഹാനായ ഉപ്പാപ്പയിലേക്കാണ്. അവരെല്ലാവരെയും സ്വർഗത്തിൽ കാണാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഏറ്റവും ബഹുമാനമുള്ള, ഏറ്റവും പവറുള്ള, ഏറ്റവും അള്ളാഹുവിന്റെ അടുക്കൽ ബഹുമാനമുള്ള ഒരു പരമ്പരയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നേ ഉള്ള പരമ്പര. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസ് عن واثلة بن الأسقع رضي الله عنه أن رسول الله صلى الله عليه وسلم قال إن الله اصطفى من ولد إبراهيم إسماعيل. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നാല് മക്കളുണ്ട്. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം വേറൊരു മകനാണ്, അതിന് വേറൊരു മകനാണ്, അങ്ങനെ വേറൊരു മക്കളുണ്ട്. ആ മക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള മകൻ അല്ലാഹു തആല പ്രത്യേകമായി തിരഞ്ഞെടുത്ത ആള് ഇസ്മാഈൽ അലൈഹിസ്സലാം. വസ്തഫാ മിൻ ബനി ഇസ്മാഈൽ ബനി കിനാന. ഇസ്മാഈൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയിൽ നിന്ന് ബനി കിനാനയെ അല്ലാഹു തആല തിരഞ്ഞെടുത്തു. വസ്തഫാ മിൻ ബനി കിനാന ഖുറൈശ. ബനി കിനാനയിൽ നിന്ന് ഖുറൈശിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി പവർ നൽകി തിരഞ്ഞെടുത്തു. വസ്തഫാ മിൻ ഖുറൈശി ബനി ഹാഷിം. ഖുറൈശികളിൽ നിന്ന് ബനി ഹാഷിമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി തിരഞ്ഞെടുത്തു. വസ്തഫാനി മിൻ ബനി ഹാഷിം. ബനി ഹാഷിമിൽ നിന്ന് എന്നെ തിരഞ്ഞെടുത്തു. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസ്. ആകയാൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പര കളങ്കമറ്റ പരമ്പരയാണ്. ഇന്ന ഹബീബ അബാക ഫിന്നാർ. ഈ കാലത്താണ്, ഈ റബീഉൽ അവ്വൽ ആകുന്ന സമയത്താണ് സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ചു. നമ്മളിങ്ങനെ നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരും ചെയ്യുന്ന ഒരു പണി എന്താണ്? ഇന്നലെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് നബിദിന പ്രസംഗം എഴുതി കൊടുക്കുകയാണ്, പാട്ടുകൾ എഴുതി കൊടുക്കുകയാണ്. ചില ആളുകൾ സ്വന്തം തന്നെ ഉണ്ടാക്കി എഴുതി കൊടുക്കും. അപ്പൊ അതങ്ങനെ എഴുതി കൊടുക്കുന്നത്, അതൊക്കെ അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹിനെ പറ്റി ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പഠിച്ച് റബീഉൽ അവ്വൽ വരുമ്പോഴത്തേക്ക് തന്നെ പഠിച്ച് റെഡിയാകുക. സത്യത്തിൽ നമ്മളെ കൂട്ടത്തിലുള്ള വേറെ ടീം ചെയ്യുന്ന എന്താണ്? അവര് റബീഉൽ അവ്വൽ വരുമ്പോഴാണ് പഠിക്കുക. എന്താണ് പഠിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ പ്രകാശം കെട്ടുപോയത് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തിന്റെ പവർ കുറഞ്ഞത് 63 കൊല്ലത്തിന്റെ മുൻപിൽ ഏതെങ്കിലും പരമ്പരയിൽ, 63 കൊല്ലത്തിന്റെ ഇടയിൽ 40 കൊല്ലം നുബുവത്തിന്റെ പ്രഖ്യാപനത്തിന്റെ മുൻപ്, നുബുവത്തിന്റെ പ്രഖ്യാപനത്തിന് ശേഷമുള്ള 23 കൊല്ലം, ഇതിന്റെ എവിടെയെങ്കിലും ഇടയിൽ ബ്ലാക്കായ മജ്ഹൂലായ ഒരു സെക്കൻഡ് കിട്ടുമോന്ന് ഇങ്ങനെ ബുധക്കണ്ണാടിയും കൊണ്ട് വെച്ച് നടക്കുന്ന ആൾക്കും മുസ്ലിം എന്ന പേര് പറയുന്നിടത്താണ് സങ്കടം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ ബലപ്പെടുത്തി തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജന്മം നൽകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത, സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യുന്ന ഒരു നേതാവ്. അന അവ്വലു മൻ യുഹർരിഖു ഹൽഖൽ ജന്ന. സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യുന്ന ആള് ഞാനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വലാ ഫഖറ. ഇത് വലിയ പവർ പറയുന്ന പരിപാടി അല്ലാന്ന് തങ്ങൾ തന്നെ പറയാണ്. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജന്മം നൽകാൻ അല്ലാഹു തആല ഭാഗ്യം കൊടുത്ത ഒരു ബാപ്പ, ആ സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യുന്ന ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9 മാസക്കാലം പള്ളയിൽ ചുമന്ന് നടക്കാൻ ഭാഗ്യം കിട്ടിയ ഗർഭാശയത്തിന്റെ ഉടമ. ആ ഉമ്മയും ബാപ്പയും സ്വർഗത്തിന്റെ പുറത്തു നിന്നിട്ട് നരകത്തിലാക്കിയിട്ട് ബാക്കിയുള്ള ആളുകളൊക്കെ സ്വർഗത്ത് പോകുമെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അല്ലാഹു എല്ലാവർക്കും ഈമാൻ ബലപ്പെടുത്തി കൊടുക്കട്ടെ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ബഹുമാനമുള്ള കുടുംബമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പയായ ഹാഷിം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പയായ ഹാഷിം, ഹാഷിമാണ് മക്കയിൽ ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹാജിമാർക്ക് വെള്ളം കൊടുക്കാനും ഹാജിമാർക്ക് ഭക്ഷണം കൊടുക്കാനും
കഅബാലയത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആള് ഹാഷിമാണ്. മക്കയിലെ പ്രധാനപ്പെട്ട ജനങ്ങളെല്ലാവരും ശ്രദ്ധയോടുകൂടി ശൈത്യകാലത്തും വസന്തകാലത്തും ഒക്കെ കച്ചവടം തുടങ്ങിയതൊക്കെ ഹാഷിമിന്റെ കാലത്താണ്. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഹാഷിം ഭരണം നടത്തുമ്പോൾ മക്കയിൽ ഉണ്ടായിട്ടുണ്ട്. ഹാഷിം ഒരു ദിവസം ഷാമിലേക്കുള്ള കച്ചവട സംഘത്തിന്റെ കൂടെ പോകുമ്പോൾ അദ്ദേഹത്തിന് ഭാര്യയും വേറെ മക്കളും ഉണ്ട്. ഹാഷിം യസ്രിബ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്നത്തെ മദീന, അല്ലാഹു തആല എത്താൻ നമുക്ക് ഭാഗ്യം നൽകി. ആ യസ്രിബിലെത്തിയപ്പോൾ അവിടെയുള്ള വലിയ പവറുള്ള ഒരു കുടുംബമാണ് ബനു നജ്ജാർ. ആ കുടുംബത്തിലുള്ള സൽമാ ബിൻത് അംറിനെ കല്യാണം കഴിക്കുകയാണ്. കുറച്ചു കാലം അവിടെ താമസിച്ചു. കച്ചവട സംഘത്തിന്റെ കൂടെ പോയതാണ്. 1-2 മാസം അവിടെ താമസിച്ചു. ആ സമയത്ത് സൽമാ ബിൻത് അംർ ഗർഭിണിയായി. അപ്പോൾ അവരുടെ കുടുംബക്കാരെ തന്നെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് ഹാഷിം യാത്ര തുടർന്നതാണ് ഇന്നത്തെ ഫലസ്തീനിലെ ഗസ. അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അവിടെ പൂർണ്ണമായ സമാധാനം നൽകട്ടെ. അല്ലാഹുവേ, നീ അവർക്ക് രക്ഷ നൽകണം റഹ്മാനെ. ഖുദ്സ് നീ മോചിപ്പിക്കണം റഹ്മാനെ. ആ ഗസയിലാണ് ഹാഷിം മരണപ്പെട്ടവിടെയാണ് ഖബറടക്കം ചെയ്യപ്പെട്ടത്. ആ ഹാഷിം പിന്നെ മക്കയിലേക്ക് തിരിച്ചു വന്നില്ല. മക്കയിൽ അദ്ദേഹത്തിന്റെ സഹോദരനാണ് മുത്തലിബ്. ആ മുത്തലിബാണ് ഇപ്പോൾ ഹാഷിമിന്റെ പകരക്കാരനായി മക്കയിൽ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൽമാ ബിൻത് അംർ പ്രസവിച്ചപ്പോൾ ഒരു അത്ഭുതം എന്നോണം പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ തലമുടിയിൽ ചില മുടികൾ വെളുത്തിട്ടുണ്ട്, നല്ല വെളുത്ത മുടി. അപ്പൊ ഈ കുട്ടിക്ക് പേര് വെച്ച് ഷൈബ. അത് നോക്കിയിട്ട് ഉമ്മ പേര് വെച്ചു ഷൈബ. ഷൈബ ഇങ്ങനെ വളർന്നു 7 വയസ്സായി. 7 വയസ്സാകുമ്പോഴാണ് മക്കയിൽ വിവരമറിയുന്നത്, മുത്തലിബ് വിവരമറിയുന്നത് തന്റെ ജ്യേഷ്ഠനായ ഹാഷിമിന് യസ്രിബിൽ ഒരു ഭാര്യയുണ്ട്. ആ ഭാര്യയിൽ ഒരു ആൺകുട്ടിയുണ്ട്. ആ കുട്ടിക്ക് ഏകദേശം 6-7 വയസ്സായിട്ടുണ്ട്. മുത്തലിബ് ഇങ്ങനെ സഞ്ചരിച്ചു ഒട്ടകപ്പുറത്ത്. യസ്രിബിലെത്തിയപ്പോൾ വഴിയിൽ നിന്ന് അന്വേഷിച്ചു മകനെ കണ്ടെത്തി. സുബ്ഹാനല്ലാഹ്, കണ്ടാൽ നല്ല സ്റ്റൈലുള്ള ജ്യേഷ്ഠനെ പറിച്ചു നട്ടതുപോലുള്ള നല്ല മുഖം. മകനെ പരിചയപ്പെട്ടപ്പോൾ മകനെ ഒട്ടകത്തിന്റെ മേലെ കയറ്റിയിട്ട് നേരെ സൽമാ ബിൻത് അംർ, നമ്മുടെ നാട്ടിലെ അമ്മായി എന്ന് പറയും ചേട്ടന്റെ ഭാര്യ. അമ്മായി ജ്യേഷ്ഠന്റെ ഭാര്യ ഞങ്ങളുടെ നാട്ടിലെ അമ്മായി എന്ന് പറയാം. അപ്പൊ ഏതായാലും മൂത്തച്ചി, കൂടുതലാണ് മലപ്പുറം കോഴിക്കോടുള്ളവരായതുകൊണ്ട് മൂത്തച്ചിയാക്കാം. അപ്പം സൽമാ ബിൻത് അംർ എന്ന മൂത്തച്ചിയെ കണ്ടിട്ട് മുത്തലിബ് പറയുകയാണ്, ഈ മകനെ എന്റെ കൂടെ പറഞ്ഞേക്കണം. ഞാൻ ഇന്ന ആളാണ് എന്ന് പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ കൂടെ പറഞ്ഞേക്കണം. അപ്പൊ ആദ്യം സൽമാ ബിൻത് അംർ സമ്മതിച്ചില്ല. കാരണം എന്തുകൊണ്ട്? 7 വയസ്സുള്ള മകന്, ആകെ ഒരു മകൻ, ഭർത്താവാണെങ്കിൽ പോയി മരിച്ചു. ആ മകനെ ഒരു സ്ഥലത്തേക്ക് ഇത്രയും ദൂരം 100-500 കിലോമീറ്റർ പറഞ്ഞേക്കാൻ അക്കാലത്ത് ആരാണ് തയ്യാറാകുക? പക്ഷേ മുത്തലിബ് വിട്ടില്ല. മുത്തലിബ് പറഞ്ഞു, ഈ മകൻ വേറൊരു സ്ഥലത്തേക്കല്ല പോകുന്നത്, ഈ മകന്റെ ബാപ്പയുടെ ഭരണാധികാരമുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവൻ അവിടെ കടന്ന് വളരുകയും അവിടുത്തെ ഭരണകാര്യങ്ങളൊക്കെ പഠിക്കുകയും എന്റെ കാലശേഷം ഇവൻ വളർന്നാൽ ഇവനെ ഞാനത് ഏൽപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. എന്റെ ബാപ്പ എന്റെ ചേട്ടനോട് ചെയ്യുന്ന ഉത്തരവാദിത്തമാണ്, വിടാതിരിക്കാൻ നിർവാഹമില്ല. അങ്ങനെ നിർബന്ധം പിടിച്ചപ്പോൾ പിന്നെ വിടുകയാണ്. പോകുന്നത് മക്കയിലേക്കല്ലേ. അങ്ങനെ സൽമാ ബിൻത് അംർ മകനെ പറഞ്ഞേക്കുകയാണ്. പോകുന്ന പോക്കിൽ നല്ല സുമുഖനായ 7 വയസ്സുള്ള നല്ല പവറുള്ള നല്ല തിളക്കുള്ള മകനെയും കൂട്ടി ഒട്ടകപ്പുറത്തിങ്ങനെ മുത്തലിബ് എന്ന ഭരണാധികാരി, മക്കത്തെ ചോദ്യം ചെയ്യപ്പെടാത്തൊരു നേതാവ്, 7 വയസ്സുള്ള നല്ല സുമുഖനായ കുട്ടിയെ കൂട്ടിയിട്ട് ഇങ്ങനെ വരുമ്പോ മക്കത്തുള്ള ആളുകൾ വഴിയെന്നൊക്കെ പറഞ്ഞു, മുത്തലിബ് കുറച്ച് നാളായി ഇവിടുന്ന് പോയിട്ട് മുത്തലിബ് വരുന്നുണ്ട്, കൂടെ മുത്തലിബിന്റെ അടിമയുമുണ്ട്. മുത്തലിബ് വരുന്നുണ്ട്, അബ്ദുൽ മുത്തലിബ് ഉണ്ട്. അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞാൽ മുത്തലിബിന്റെ അടിമ. അപ്പൊ മുത്തലിബ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയല്ലേ, ഇത് എന്റെ മകനാണ്, എന്റെ ജ്യേഷ്ഠൻ ഹാഷിമിന്റെ മോനാണ്, ഇതെന്റെ അടിമയല്ല, ഇതെന്റെ അടിമയല്ല. പക്ഷെ ജനങ്ങൾ അതൊന്നും കേട്ടില്ല. അവരിങ്ങനെ വിളിച്ചു. അബ്ദുൽ മുത്തലിബ് എന്ന പേര് തന്നെ മഷ്ഹൂറായി. ആ അബ്ദുൽ മുത്തലിബിന്റെ കാലത്താണ് കഅബാലയത്തിന്, പരിശുദ്ധമായ കഅബാലയത്തിന് ആദ്യമായി സ്വർണം പൂശാൻ തുടങ്ങിയത്. ആ അബ്ദുൽ മുത്തലിബിന്റെ കാലത്താണ് ഒരുപാട് നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പയിലൂടെയാണ് മക്കൾക്ക് നൽകുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്
അബ്ദുൽ മുത്തലിബ് നല്ല സുമുഖനായ, കണ്ടാൽ നോക്കിപ്പോകുന്ന നല്ല സ്റ്റൈലുള്ള ആളാണ്. മഹാനായ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ അടുക്കൽ ഒരിക്കൽ ഉറങ്ങുമ്പോഴാണ് സ്വപ്നത്തിൽ ഒരാൾ വന്നിട്ട് പറയുന്നത്, ത്വയ്ബ കുഴിക്കുക. ഉറക്കിയിട്ടിട്ട് മനസ്സിലായില്ല, പിറ്റേ ദിവസവും മനസ്സിലായില്ല. രണ്ടാമത്തെ ദിവസം അതാഹു അർബഅത അയ്യാമിൻ മുതവാലിയ, 4 ദിവസം തുടർച്ചയായിട്ടും ഈ സ്വപ്നം കണ്ടു. രണ്ടാമത്തെ ദിവസം വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ബർറ കുഴിക്കുക. മൂന്നാമത്തെ ദിവസം വന്നിട്ട് നിങ്ങൾ മദ്നൂന കുഴിക്കുക. 4-ാമത്തെ ദിവസം അതേയാള് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ സംസം കുഴിക്കുക. ഗോത്രക്കാര് നാട് വിട്ടു പോകുമ്പോൾ സംസം കിണർ മൂടിയിട്ട് കഅബാലയത്തിന്റെ സ്വർണവാളുകളും മറ്റൊക്കെ കുഴിയിലിട്ടിട്ട് അവര് നാട് വിട്ടു പോയതാണ്. പിന്നെ അതൊന്നും കണ്ടിട്ടില്ല. മഹാനായ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അന്ന് അബ്ദുൽ മുത്തലിബിന് മകനായിട്ട് ഹാരിസ് മാത്രമേ ഉള്ളൂ. അബ്ദുൽ മുത്തലിബിന് ഹാരിസ് മാത്രമാണുള്ളത്. ആ മകനെയും കൂട്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, പറഞ്ഞ സ്ഥലം, നിശ്ചയിച്ച സ്ഥലം പോലെ സംസം കിണർ രണ്ടാമതൊന്ന് കുത്തുകയാണ്. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാദസ്പർശനം കൊണ്ട് ഹാജർ റളിയല്ലാഹുവിന്റെ ചരിത്രം നമുക്കറിയാലോ. അന്ന് വെള്ളം കിട്ടാതെ വെള്ളം കിട്ടിയ സ്ഥലം, ആ സംസം കിണർ മൂടിപ്പോയിട്ടുണ്ട് എന്നാ പറഞ്ഞത്. നൂറ്റാണ്ടുകൾ ആ സംസം കിണർ അവിടെ ഉണ്ടായിരുന്നില്ല. ആ സംസം കിണർ രണ്ടാമതും ഈ ഉമ്മത്തിന് സമ്മാനിച്ചത് മഹാനായ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ആണ്. അബ്ദുൽ മുത്തലിബ് മൂത്ത മകനായ ഹാരിസിനെയും കൂട്ടിയിട്ട് സംസം കിണർ എങ്ങനെ കുഴിക്കുകയാണ്. ആ സംസം കിണർ കുഴിച്ചപ്പോൾ അതിന്റെ ഇടയിൽ നിന്ന് ഇവർ ചാടിയിട്ട് പോയ, ഇളക്കിയിട്ട് പോയ വാളുകളും അതുപോലെ സ്വർണത്തിന്റെ പല സംഗതികളും കിട്ടി. അതെല്ലാം കഅബാലയത്തിന്റെ മേലെ വെച്ച് റെഡിയാക്കി ഫിറ്റാക്കി സംസം വെള്ളം ഹാജിമാർക്കും മറ്റുള്ളവർക്കൊക്കെ എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്ന നിലക്ക് സൗകര്യം ചെയ്തു കൊടുത്തപ്പോൾ ഖുറൈശികളുടെ കൂട്ടത്തിൽ നിന്ന് കുറച്ച് ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഇത് നടത്തിക്കൊണ്ടുപോകാനുള്ള അവകാശം ഞങ്ങൾക്കും കൂടി കിട്ടണമെന്ന് ചില ആളുകൾ വാശി പിടിച്ചു. പക്ഷേ അബ്ദുൽ മുത്തലിബ് വിട്ടില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പ്രത്യേകമായി തന്ന ഒരു ഔദാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് മാത്രമായി തന്ന ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഇതിൽ വേറെ ആർക്കും ഷെയർ കിട്ടൂല. ഇത് പറഞ്ഞപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ആയി. അപ്പൊ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, കഅബാലയത്തിന്റെ അടുക്കൽ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, വല്ലാഹി എനിക്ക് 10 മക്കളെ, പ്രായപൂർത്തിയായി 10 ആൺമക്കളെ എനിക്ക് കിട്ടുകയാണെങ്കിൽ ആ 10ാമത്തെ ഒരു ആൺകുട്ടിയെ ഞാൻ ഈ കഅബാലയത്തിന്റെ മുമ്പിൽ നിന്ന് എന്റെ റബ്ബിന് വേണ്ടി ബലിയറുക്കുന്നതാ. ഒന്നാമത് ബലിയർപ്പിക്കപ്പെടാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആള് സയ്യിദുനാ ഇസ്മാഈൽ. ആ പരമ്പരയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബിന്റെ റളിയല്ലാഹു അൻഹു എനിക്ക് 10 ആൺകുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ, അവരെല്ലാവരും പ്രായപൂർത്തിയായി എന്റെ അടുക്കൽ എത്തുകയാണെങ്കിൽ ഞാൻ ഈ കഅബന്റെ മുമ്പിൽ നിന്ന് ഒരാളെ ബലിയെറുക്കുന്നതാണെന്ന് നേർച്ചയാക്കുകയാണ് അബ്ദുൽ മുത്തലിബ്. 10ാമത്തെ മകനായിട്ടാണ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. മൊത്തം 19 മക്കളാണ് അബ്ദുൽ മുത്തലിബിനുള്ളത്. എത്ര മക്കൾ? 19 മക്കളുണ്ട് അബ്ദുൽ മുത്തലിബിന്. 13 ആൺകുട്ടികളും 6 പെൺകുട്ടികളുമാണ്. മൂത്ത കുട്ടി ഹാരിസാണ്. ഏറ്റവും ഇളയാള് ഹംസത്തുൽ കറാർ. വബി ഹംസത്തുൽ കറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വസയ്യിദി ശുഹദാഇ. മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ 2 വയസ്സിന്റെ മാറ്റമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുല കൊടുത്ത സുഹൈറുൽ അസ്ലമി മഹാനായ ഹംസത്ത് റളിയല്ലാഹു അൻഹുവിന് മുല കൊടുത്തിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാവുന്നതാണ്. ചെറിയ പ്രായ വ്യത്യാസമാണ് രണ്ടുപേരും തമ്മിലുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 വയസ്സിന് മൂത്തതാണ് ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു. ഇക്കട്ടെ ഞാൻ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പയായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന് പ്രായപൂർത്തിയായപ്പോൾ 10 ആൺമക്കൾ പ്രായപൂർത്തിയായവരായി. അപ്പൊ പിന്നെ ഈ നേർച്ച ഓർമ്മ വന്നു. അബ്ദുൽ മുത്തലിബ് മക്കളോടും കുടുംബക്കാരോടും പറഞ്ഞാൽ നിങ്ങൾ നേർച്ചയാക്കിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ്. ആ നേർച്ച വീട്ടേണ്ട സമയമായി. മക്കള് 10 ആളുകളെയും പേരെഴുതിയിട്ട് നറുക്കിട്ടപ്പോൾ
ആ നറുക്കിൽ വന്നത് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ പേരാണ്. അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ നറുക്കിട്ട് അറക്കാൻ വേണ്ടി പോകുമ്പോൾ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഫാത്തിമ ബിൻത് അംർ മഖ്സൂമി ഗോത്രക്കാരിയാണ്. ആ ഗോത്രക്കാരെല്ലാവരും വന്നിട്ട് പറഞ്ഞു പറ്റൂല, തടഞ്ഞു. അവരുടെ കുടുംബത്തിലുള്ള പെണ്ണിന്റെ മോനെ കൊല്ലാൻ പറ്റൂല. അബൂ ത്വാലിബും അബ്ദുള്ള റളിയല്ലാഹു അൻഹും ഒരേ ഉമ്മന്റെ രണ്ട് മക്കളാണ്. അബ്ദുൽ മുത്തലിബിന്റെ ഒരു ഭാര്യയാണ് ഫാത്തിമ ബിൻത് അംർ, വേറെയും ഭാര്യമാരുണ്ട്. ആ ഭാര്യയുടെ രണ്ട് മക്കളാണ് അബൂ ത്വാലിബ് എന്ന് അബ്ദുള്ള, നേരെ ചേട്ടാനിയന്മാരാണ്. അതുകൊണ്ട് തന്നെ അബൂ ത്വാലിബ് പറഞ്ഞു അനിയനെ അറക്കാൻ വിടൂല. അങ്ങനെ പ്രശ്നമായപ്പോൾ അബ്ദുൽ മുത്തലിബ് ചോദിച്ചു, ഞാൻ എന്റെ നേർച്ച എന്ത് ചെയ്യും? അങ്ങനെ ഒരു അറിയുന്ന ഒരാളെടുക്കലേക്ക് സമീപിച്ചിട്ട് അവരുടെ ചർച്ച ചെയ്തപ്പോൾ അവര് പറഞ്ഞു 10 ഒട്ടകങ്ങളെയും അബ്ദുള്ളയെയും കൂടി നറുക്കിടുക. എന്നിട്ട് ഒട്ടകത്തെയാണ് കിട്ടുന്നെങ്കിൽ ഒട്ടകത്തെ 10 എണ്ണത്തെ അറുക്കുക, അബ്ദുള്ളയെ വെറുതെ വിടുക. അബ്ദുള്ളന്റെ നറുക്കന്നെയാണ് കിട്ടുന്നെങ്കിൽ പിന്നെയും ഇടുക. എത്രയാണോ ഒട്ടകത്തിൻ്റെത് കിട്ടുന്ന അത്ര വരെ 10 എണ്ണം കൂട്ടിയിടുക. കബാലയത്തിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടി 10 ഒട്ടകത്തെ വരികറക്കുന്നവരൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒന്നിൽ അബ്ദുള്ളയുടെ പേരിട്ടിട്ട് നറുക്കിട്ടപ്പോൾ വരുന്നത് അബ്ദുള്ളന്റെ പേര്. രണ്ടാമതിട്ടു 20 ഒട്ടകം, അതിലും വരുന്ന അബ്ദുള്ളന്റെ പേര്. 10 തവണ ഇട്ടു. സുബ്ഹാന ജല്ല ജലാലു. 10 തവണ ഇട്ടു, ഒരു മാറ്റവുമില്ല. അബ്ദുള്ള റളിയല്ലാഹുവിന്റെ പേര് തന്നെ വരികയാണ്. 10ാമത്തെ തവണ ഇടുന്ന സമയത്ത് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനോട് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ പേരിങ്ങനെ ഇടുന്ന സമയത്ത് മഹാനായ അബ്ദുൽ മുത്തലിബ് പറയാണ്, കഅബന്റെ അടുത്ത് വളരെ സങ്കടത്തോടെ പറയാണ്, അല്ലാഹുമ്മ ഹുവ ഔ മിമ്മിയത്തിൻ മിനൽ ലിബിൽ, അല്ലാഹുവേ 100 ഒട്ടകമുണ്ട്, നീ കാര്യമായൊന്ന് പരിഗണിക്കണേ എന്ന് കൽബിൽ നല്ല നിയത്ത് വെച്ച് ദ്വാരന്നിട്ടാണ് നറുക്കിട്ടത്. അതിൽ ഒട്ടകത്തെ കിട്ടുകയാണ്. 100 ഒട്ടകങ്ങൾ ഒന്നിനെ പോലും കുറയാതെ അറുത്തിട്ട് നാനാഭാഗത്തേക്കുമുള്ള നാട്ടിലും പരിസരങ്ങൾക്കുമുള്ള പാവപ്പെട്ടവർക്കും എല്ലാവർക്കും ഒക്കെ ഭക്ഷിക്കാൻ കൊടുക്കുകയാണ്. അങ്ങനെയാണ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു അറബിൽ നിന്ന് രക്ഷപ്പെടുന്നത്. മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാന പുരസ്സരം പവറോടെ പറയാറുണ്ട്, അനബിനു ദബ്ഹൈൻ, ഞാൻ 2 അറുക്കയിൽ നിന്ന് രക്ഷപ്പെട്ട ആളുടെ, അറുക്കപ്പെട്ട ആളെന്നല്ല, അറുക്കപ്പെട്ട നിന്ന് രക്ഷപ്പെട്ട ആളുടെ മോനാണ്. ഇബ്നു ദബീഹൈൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനമാണ്. ഇബ്നു ദബീഹൈൻ 2 അറുക്കപ്പെട്ട ആൾ, ഒന്ന് മഹാനായ സയ്യിദുനാ ഇസ്മാഈൽ, മറ്റൊരു അറുക്കപ്പെട്ടയാൾ സയ്യിദുനാ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ആണ്. 2 അറുക്കപ്പെട്ട ആളുടെ മോനാണ്, അല്ലെങ്കിൽ അറുക്കപ്പെടാൻ നിശ്ചയിക്കപ്പെട്ട ആളുടെ മകനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസുകളിലൊക്കെ കാണാവുന്നതാണ്. ഞാൻ പറഞ്ഞത് ആ പരിശുദ്ധമായ സംസം കിണർ അബ്ദുൽ മുത്തലിബിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് സമ്മാനിച്ചതാണ് എന്ന് മാത്രമല്ല, അബ്ദുൽ മുത്തലിബിനെ സംബന്ധിച്ച്, അവരുടെ പരമ്പര സംബന്ധിച്ച് പഠിക്കുമ്പോൾ എന്തൊരു ഈമാനാണ് അവർക്കൊക്കെ. വല്ലാത്തൊരു ബഹുമാനമാണ്, വല്ലാത്തൊരു പരമ്പരയാണ്. ആ കാലത്താണ് യമനിൽ ഒരു രാജാവുണ്ടായിരുന്നു, ഒരു ഗവർണറായിരുന്നു അയാള്. അബ്രഹത്ത് എന്നാണ് അയാളുടെ പേര്. സൻആ എന്ന് പറഞ്ഞ നാട്ടിലെ ഏറ്റവും വലിയൊരു ടൗണാണ്. ആളുകൾ, അറബികളെല്ലാവരും കഅബാലയത്തിലേക്കാണ്, മക്കയിലേക്കാണ് വരുന്നത്. ഹജ്ജിനൊക്കെ വരുന്ന എല്ലാവരും കഅബയിലേക്കാണ്. അന്നേ മക്കക്കാർക്ക് ഒരു ബഹുമാനമാണ്. അതുകൊണ്ടല്ലേ ഈലാഫി ഖുറൈശ് ഈലാഫി റിഹ്ലത ശിതാഇ വസ്സൈഫ് ശരിയാ അങ്ങനെ സമയം വെക്കും. നിങ്ങൾ അല്ലാഹ് ഈ ഈ കഅബാലയത്തിന്റെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണമെന്ന് ഖുർആൻ വെറുതെ പറഞ്ഞല്ല. കാരണം മക്കക്കാര് എന്ന് പറയുന്നത് കഅബന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും ഇവർക്കൊരു ബഹുമാനം. ഷാമിൽ പോയാലും എവിടെ പോയി, യമനിൽ പോയി, എവിടെ പോയാലും ഇവർക്കൊരു പവർ ഉണ്ട്. മക്കക്കാർക്കൊരു ബഹുമാനുണ്ട്. ആ ബഹുമാനം കളയാൻ വേണ്ടിയിട്ട് അബ്രഹത്ത് തീരുമാനിച്ചിട്ട് സൻആയിൽ ഒരു വലിയ കനീസ ഉണ്ടാക്കി. ആ കനീസയിൽ ആളുകളൊക്കെ നിങ്ങളെല്ലാവരും മക്കത്തേക്ക് കൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് വന്നു. ആളുകൾ പോയില്ല എന്ന് മാത്രമല്ല, ബനൂ കിനാനയിൽപ്പെട്ട ഒരു ചങ്ങായി പോയിട്ട് അതിന്റെ ഉള്ളില്, ഞാനത് പറയുന്നില്ലല്ലോ, ആ പദ്ധതി വൃത്തികേടാക്കി നടത്തും.
അങ്ങനെ വൃത്തികേടാക്കിയപ്പോൾ അബ്രഹത്തിന് നല്ല അരിശം കയറി. 60,000-ഓളം വരുന്ന പട്ടാളക്കാര്, 13 ആനകൾ അല്ലെങ്കിൽ 50 ആനകളെയും കൂട്ടിയിട്ട് ഈ കഅബാലയം പൊളിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അബ്രഹത്തും ടീം ഇങ്ങനെ വരികയാണ്. അങ്ങനെ വന്നിട്ട് മുഹമ്മസ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ, അത് ത്വായിഫിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്, മക്കന്റെയും ത്വായിഫിന്റെ ഇടയിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ എത്തിയപ്പോൾ അവിടെയുള്ള പട്ടാളക്കാരോട് പറഞ്ഞു കൊള്ളയടിക്കാൻ വേണ്ടി മക്കയിലും പരിസരത്തെല്ലാം പോയിട്ട് സ്ഥലത്തൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ കൊള്ളയടിക്കാൻ. അബ്രഹത്ത് ഓർഡറിട്ട് ടെൻഡ് ചെയ്തിട്ട് അങ്ങനെ കൊള്ളയടിക്കാൻ പോയ കൂട്ടത്തിൽ അബ്ദുൽ മുത്തലിബിന്റെ 200 ഒട്ടകങ്ങളെയും പിടിച്ചു കൊണ്ടുപോവുകയാണ്. അബ്ദുൽ മുത്തലിബിന്റെ 200 ഒട്ടകങ്ങളെയും കൊണ്ട് പിടിച്ചുപോയി. അങ്ങനെ അബ്ദുൽ മുത്തലിബിനെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട്, വിഷയത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അബ്രഹത്ത് വിളിക്കാൻ. അത് പറയാൻ വേണ്ടി വന്ന ആളോട് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് അദ്ദേഹത്തോട് കൂടുതൽ സംസാരിക്കാനില്ല. ഞങ്ങൾ അദ്ദേഹത്തോട് വല്ലാഹി മാ നുരീദു ഹർബ വമാ ലനാ ബിദാലിക മിൻ ത്വഖ, ഞങ്ങൾ അബ്രഹത്തിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയില്ല, കാരണം ഞങ്ങൾക്ക് അതിന് കഴിവില്ല, ശക്തിയില്ല. അതേ സമയത്ത് ബൈത്തുല്ലാഹിൽ ഹറാം വബൈതു ഖലീലിഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇത് അല്ലാഹുവിന്റെ വീടാണ്, ഇത് ഖലീലായ തങ്ങളുടെ വീടാണ്. അല്ലാഹു തആല അവനെ തടയുകയാണെങ്കിൽ, ഈ അബ്രഹത്തിനെയും ടീമിനെയും തടയുകയാണെങ്കിൽ അല്ലാഹുവിന്റെ പറയാണ്, ഹറമാണ്. അതേ സമയത്ത് അല്ലാഹു അവനെ ഒഴിവാക്കി വിടുകയാണ്, പൊളിച്ചോട്ടെ എന്നാ തീരുമാനെങ്കിൽ തടയാൻ ഞങ്ങൾക്ക് കഴിയുന്നതും അല്ല. അബ്ദുൽ മുത്തലിബ് വന്ന ആളുകളോട്, ചർച്ചക്ക് വന്ന മധ്യസ്ഥനോട് പറയാണ്. പക്ഷെ എന്നാലും അബ്ദുൽ മുത്തലിബ് പോവുകയാണ്. പോയിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന വിഷയം എന്താണ്? അബ്രഹത്തിനോട് സംസാരിക്കുന്നത് കഅബാലയത്തിന്റെ ചർച്ച എന്നല്ല, ഇപ്പൊ ലോകത്ത് കാര്യമായ ചർച്ചകളെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്ന കാലല്ലേ. ഒരു ചർച്ച ഉസ്താദ് ഒരു ഫോൺ വിളിച്ചു നോക്കുമ്പോ കേടെത്തിപ്പോയി. അള്ളാഹു ഇനി ആഫിയത്ത് കൊടുക്കട്ടെ, ഇനി ഇങ്ങനെയൊക്കെ വിളിക്കാൻ നമുക്കല്ല ഇസ്സത്ത് തരാൻ അള്ളാഹു സന്തോഷം തരട്ടെ, എല്ലാ റാഹത്തും അള്ളാഹു തരട്ടെ. ലൈവുള്ളോണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല. അള്ളാഹു തല നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. അതേ സമയത്ത് നിങ്ങൾ നോക്ക്, അവിടെ പോയിട്ട് അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിനോട് പറഞ്ഞ കഥ എന്താ അറിയോ? അബ്രഹത്തിനോട് പറഞ്ഞത് എന്റെ ഒട്ടകത്തെ തരണമെന്നാണ്. കഅബനെ പറ്റി കാണാൻ വേണ്ടിയില്ല, കഅബ പൊളിക്കാൻ വന്നതാണോ എന്നുള്ള ചർച്ച ഈ അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിനോട് നടത്തുന്നില്ല. ഇതങ്ങ് കേട്ടപ്പോൾ അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിനെ നിസ്സാരപ്പെടുത്താണ്. നിങ്ങൾ എന്തൊരു നേതാവാണ്, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, ഇത്രയും വലിയൊരു വിഷയത്തിനാണ് ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലെ കഅബ പൊളിക്കാൻ വേണ്ടി വന്നിട്ട് കഅബന്റെ കാര്യം മിണ്ടാതെ നിങ്ങൾ ഈ ഒട്ടകത്തിന്റെ കഥ പറയാണോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബ്ദുൽ മുത്തലിബ് പറയാണ്, അന റബ്ബുൽ ലിബിൽ, ഞാൻ ആ ഒട്ടകത്തിന്റെ റബ്ബാണ്, ഒട്ടകം എന്റേതാണ്, അതെന്റെ സ്വത്താണ്. അതേ സമയത്ത് ഈ കഅബാലയം എന്റേതല്ല. വഇന്നലിൽ ബൈത്തി റബ്ബൻ സയംനഉഹു, ഈ കഅബക്ക് ഒരു രക്ഷിതാവുണ്ട്, ആ രക്ഷിതാവ് തടയാൻ കഴിവുള്ളവനാണ്. ഈ ഒട്ടകം എന്റേതാണ്, ഞാനൊരു സാധുവാണ്, എനിക്ക് ഇങ്ങ് തന്നേക്ക്. കഅബ എന്റേതല്ല, കഅബക്ക് ഒരു രക്ഷിതാവുണ്ട്, ആ രക്ഷിതാവ് തടയാൻ കഴിവുള്ളവനാണ്. ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയോ? മഹാനായ അബ്ദുൽ മുത്തലിബിന്റെ ഈമാൻ, ആ ഈമാനുള്ള ആളെങ്കിൽ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹു നന്നാക്കി തട്ടി. എന്നിട്ട് നമ്മള് പറയണം അബ്ദുൽ മുത്തലിബിന് ഈമാനില്ല. മനസ്സിലായോ? അബ്ദുൽ മുത്തലിബിനെ അറിയത്തിലാക്കാണ് നമ്മള്. ആര് കഅബ പൊളിക്കാൻ വന്നവനോട് കഅബക്ക് റബ്ബുണ്ട് തടഞ്ഞോളും, എന്റെ ഒട്ടകത്ത് ഇങ്ങന്നേന്ന് പറഞ്ഞത്. നമുക്ക് അങ്ങനത്തെ ഒരു ഉറപ്പ് നമ്മളെ കൽവിൽ ഉണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു നമ്മുടെ ഈമാൻ ബലപ്പെടുത്തി തരട്ടെ, അള്ളാഹു തആല നമുക്ക് രക്ഷ നൽകട്ടെ. അതേ സമയത്ത് നിങ്ങൾ നോക്കൂ, അത് പറഞ്ഞിട്ട് മഹാനായ അബ്ദുൽ മുത്തലിബ് ഒട്ടകങ്ങളെയും കൊണ്ട് കഅബന്റെ അടുക്കലേക്ക് തിരിച്ചു വന്നു. ഇതിന് ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ, വലിയ ഒരു സൈന്യമാണ് ഇവിടെ വരുന്നത്, കഅബ നോക്കാൻ നമുക്ക് കഴിയൂല, അതിന്റെ രക്ഷിതാവ് നോക്കിക്കോളും. നിങ്ങളെല്ലാവരും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോയി, മലയിടക്കിലും മറ്റൊക്കെ പോയി നിങ്ങൾ ഒളിച്ചോളൂ, നിങ്ങൾ സുരക്ഷിത താവളം തേടിക്കോളൂ, നിങ്ങൾ ആരും പുറത്തു നിൽക്കണ്ട. കഅബാലയത്തിന്റെ കില്ല പിടിച്ച് കരഞ്ഞുകൊണ്ട് അബ്ദുൽ മുത്തലിബ് ദ്വാരന്നിട്ട് അബ്ദുൽ മുത്തലിബ് പോവാണ്. മുസ്ദലിഫയുടെയും മിനന്റെ ഇടയിലുള്ള സ്ഥലത്ത് ഇവര് ക്യാമ്പ് ചെയ്തിട്ട് ഒട്ടകത്തെ മക്കയുടെ ഭാഗത്തേക്ക് തിരിച്ചാ ഒട്ടകം അനങ്ങുന്നില്ല.
ഒട്ടകല്ല, ആന അനങ്ങുന്നില്ല. അബ്രഹത്തിന്റെ ടീമിന് എങ്ങനെയും മനസ്സിലാകുന്നത് ഏത് ഭാഗത്തേക്ക് തിരിച്ചാലും ആന സഞ്ചരിക്കുന്നു, പക്ഷേ കാബന്റെ ഭാഗത്തേക്ക് ഇവനെ ആന വരുന്നില്ല. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അബാബീൽ പക്ഷികളെ ഇറക്കിയിട്ട് വല്ലാത്തൊരു പരീക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത്. ഓരോ പക്ഷിയുടെയും ചുണ്ടിലൊരു കല്ലും 2 കാലുകളിൽ ഓരോ കല്ലും വെച്ച് ഓരോ കല്ലും തലയിൽ നിറങ്ങിയപ്പോൾ ദുബറിലൂടെ പിൻദ്വാരത്തിലൂടെ പുറത്തു പോവുകയാണ്. എല്ലാവരും പേടിച്ച് സ്വന്തം തടിതരാമത്താക്കി നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവിടെയും വഴിവക്കിലുമൊക്കെ ധാരാളം ആളുകൾ മരിച്ചു വീഴുകയാണ്. എന്നാൽ കുറച്ചാളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കിയാക്കി, യമനിൽ എത്തുന്നത് വരെ ബാക്കിയാക്കി. ഈ വിശേഷം അവർക്ക് അറിയിക്കണമല്ലോ. അങ്ങനെ നേതാവായി വന്ന അബ്രഹത്തടക്കമുള്ള ആളുകൾ യമനിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഈ അബ്രഹത്തിന്റെ അവസ്ഥ എന്താണെന്നറിയോ? അയാളെ കാണുമ്പോൾ ഒരു പക്ഷിന്റെ കോലത്തിൽ ചുരുണ്ടുപോയിട്ടുണ്ട് ഈ മനുഷ്യൻ. ഈ സാധനങ്ങൾ തലയിലെ കാറ്റമ്പോ ഇറങ്ങിയിട്ട് ഇയാളെ ശരീരം കുഴഞ്ഞിട്ട് ഇയാളൊരു പക്ഷിയെ പോലെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇയാളെ വെറുതെ അങ്ങ് വിട്ടില്ല. ഇയാളെ അല്ലാഹു തആല വെറുതെ മരിപ്പിച്ചില്ല. പിന്നെയോ ഇയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത്, ഇയാളെ നെഞ്ച് പൊട്ടിയിട്ടാണ് ഇയാൾ മരിച്ചത്. സുബ്ഹാന ജല്ല ജലാലുഹു. നെഞ്ച് പൊട്ടി പടർന്നിട്ടാണ് അബ്രഹത്ത് സൻആയിൽ നിന്ന് മരണപ്പെട്ടത് എന്ന് ചരിത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പരിശുദ്ധമായ ചിഹ്നങ്ങളോട് കളിക്കുന്നവർക്കൊക്കെ ഇബ്റത്തുണ്ടാകുന്ന പരിഗണന, ഇബ്റത്തുണ്ടാകുന്ന പാഠം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. ആ മഹാനായ അബ്ദുൽ മുത്തലിബിന്റെ നന്മകളാണ് പറഞ്ഞത്, ആ പരമ്പരയുടെ ബഹുമാനം. ആ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ധീരനായ, ഈമാനികാവേശമുള്ള, മുത്തഖിയായ ആ മഹാനായ മനുഷ്യൻ അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ കൂട്ടത്തിൽ അബ്ദുൽ മുത്തലിബിന് വളരെ ഇഷ്ടപ്പെട്ട ആളാണ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു. അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനോട് പ്രത്യേകമായ താല്പര്യമാണ്, വാത്സല്യമാണ്. ഒന്ന്, അബ്ദുള്ളക്ക് നല്ല സ്റ്റൈലുള്ള മോനാണ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു. നല്ല സ്റ്റൈല്, നല്ല സ്വഭാവം, മക്കൾക്കാർക്കിടയിൽ അറിയപ്പെട്ട സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു. ആ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ കല്യാണം ആലോചിക്കുകയാണ്. വഹബിന്റെ മകൾ, നേരത്തെ പറഞ്ഞല്ലോ ആ പരമ്പര, വഹബിന്റെ മകൾ അത് ഖുറൈശിയാണ്, നല്ല പാരമ്പര്യമുള്ള കുടുംബമാണ്. വഹബിന്റെ മകൾ ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ബാപ്പ കല്യാണം ആലോചിക്കുകയാണ്. ആ കല്യാണം നല്ല പ്രൗഢിയിൽ നടക്കുകയാണ്. അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാള് മാത്രമേ മഹദിയായ ആമിന ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ ഒന്നിച്ചിട്ട് താമസിക്കുന്നുള്ളൂ. കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ വലിയൊരു കച്ചവട സംഘം പോവുകയാണ്. കച്ചവട സംഘം ഇപ്പൊ നിർത്തും. കച്ചവട സംഘം പോവുകയാണ് ഷാമിലേക്ക്. കച്ചവട സംഘം പോകുമ്പോൾ അതിന്റെ അമീറായിട്ട് കുറെ ആളുകളെ നറുക്കിട്ട കൂട്ടത്തിൽ കാര്യമായിട്ട് കിട്ടിയ ആള് അബ്ദുള്ളയാണ്. മാറ്റിയിട്ട പിന്നെ അബ്ദുള്ള തന്നെ കിട്ടുന്നു. നേരത്തെ ബലിപീഠത്തിൽ നിന്ന്, ബലികല്ലിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആളാണ്. കല്യാണം കഴിഞ്ഞ ഉടനെ അബൂദാബിയിലേക്ക് വണ്ടി കയറുന്നാക്കിയത് പെട്ടെന്ന് മനസ്സിലാകുന്നതാണ്. ഇന്നത്തെ കാലം പോലെയല്ല. കുറച്ച് ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണൂരെത്തി എയർപോർട്ടിൽ നിന്ന് അവർ പെർക്കത്തുമ്പോൾ നമ്മൾ എത്തി അത്ര ഉഷാറിൽ നമുക്ക് വരാൻ പറ്റും. അന്നത്തെ ഷാമു എന്ന് പറഞ്ഞ ദിവസങ്ങളോളം സഞ്ചരിക്കുന്ന 2-3 മാസത്തെ ദീർഘമായ യാത്രയാണ്. പലരും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആ യാത്രക്ക് പുറപ്പെടാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ അബ്ദുൽ മുത്തലിബിനെ അബ്ദുള്ളയെ ഭർത്താവിനെ വളരെ സങ്കടത്തോടെ കണ്ണീരണിഞ്ഞിട്ടാണ് യാത്രയാക്കിയത്. ഹൃദയം പറിച്ചു നടുമ്പോലെയാണ് യാത്രയാക്കിയത്. അബ്ദുൽ മുത്തലിബാകുന്ന ബാപ്പക്കും നല്ല വിഷമമുണ്ട്. പക്ഷേ നാട്ടു നടപ്പനുസരിച്ചിട്ട്, അവരുടെ പ്രകൃതി അനുസരിച്ച്, പതിവനുസരിച്ചിട്ട് നിശ്ചയിക്കപ്പെട്ട ആള് തന്നെ കച്ചവടത്തിന് പോകണമെന്നതാണ് നിയമം. അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞിട്ട് വളരെ ചെറിയ മാസത്തിന്റെ ഉള്ളിൽ മധുവിധ തീരുന്നതിന്റെ മുൻപേ ആമിന ബീബി റളിയല്ലാഹു തആല അൻഹയോട് സലാം പറഞ്ഞ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് യാത്ര പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ഷാമിലേക്കുള്ള യാത്രയും ശേഷമുള്ള വിഷയങ്ങളും ഇന്ന് പറഞ്ഞ വിലാദത്തടക്കം ഇൻഷാ അല്ലാഹ്. നമ്മൾ ഈ സമയം 1 മണിക്കൂറിനായതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ അങ്ങോട്ട് കിട്ടൂല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ
ബാക്കി നാളെ പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിഷയത്തിലേക്ക് എത്താത്തോണ്ടുള്ള വിഷമം കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ഇടുന്നല്ലോ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ പരമ്പര പറയാതെ പോയാൽ അതൊരു വിഷയമാകുന്നതുകൊണ്ടാണ് ഞാൻ പരമ്പരയും കൂടെ വർക്കത്തിന് വേണ്ടി പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈർ നൽകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അഹ്മദുല്ലാഹൽ വലി സ്വല്ലല്ലാ അലാ ഖൈരിൻ നബി ബിസ്മി ഖൈരി മുൻജലി യാ സയ്യിദി ഖൈറൻ നബി തൗബതൻ തലബ്തു മിൻക യാ ശഫീഅൽ മുദ്നിബീൻ തൗബി طاهر عن سواك سيدي خير النبي جل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول ഞങ്ങളെ കാണാൻ നീ സൗഭാഗ്യം നൽകണം റഹ്മാനെ. നീ ഏറ്റെടുക്കണം റഹ്മാനെ. നൽകണം റഹ്മാനെ.